BJP എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വർഗീയ കാർഡ് ഇറക്കുക എന്നുള്ളത്. അപ്പം ഈ ഗുരുവായൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന B. ഗോപാലകൃഷ്ണൻ നേരത്തെ തന്നെ ഒരു വർഗീയ പരാമർശം നടത്തിയിരുന്നു. അതായത് ഹിന്ദു MLA വേണമെന്നുള്ളത്. അതായത് ഗുരുവായൂരിൽ ഹിന്ദു MLA വേണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തി. അത് വലിയ വിവാദമായി. എനിക്കിത് പോളിങ്ങിന് മുന്നേ അത് വിവാദമാവുകയൊക്കെ ചെയ്തു. ഇത് തന്നെ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ. പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ നിലവിലെ ആവശ്യം പൊളിറ്റിക്കൽ ഹിന്ദുത്വമാണ്. അതാണ് ആവശ്യം, അല്ലാതെ വികസനവും മറ്റുള്ള കാര്യങ്ങളും ഒന്നുമല്ല. ഗുരുവായൂർ ഇപ്പം ആവശ്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഹിന്ദുത്വമാണ്. അതിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നും ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. ഈ പൊളിറ്റിക്കൽ ഹിന്ദുത്വം എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തെ മറ്റൊരു തലത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അതായത് അദ്ദേഹം ഫ്ലെക്സ് ഉപയോഗിക്കുന്നതിനകത്ത് പോലും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, എല്ലാം ഈ പറയുന്നത് ഇതുവരെ ഗുരുവായൂർ മണ്ഡലത്തിലുണ്ടായ MLA-മാരുടെ പേരുകൾ എഴുതി വെക്കുന്നു. അപ്പൊ നമുക്ക് ആ പേരുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതൊരു ന്യൂനപക്ഷക്കാരനാണ് എന്നുള്ള കാര്യം. എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും വേണ്ടത് ഒരു ഹിന്ദു MLA ആണെന്ന് പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു സാധനം വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതല്ലെങ്കിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ എന്തിനാണ് ഒരു ഹിന്ദു MLA? അവിടെ ഇത്രയും കാലം ഒരു മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷ MLA വന്നതുകൊണ്ട് ആ ഗുരുവായൂരിനോ ഗുരുവായൂർ മണ്ഡലത്തിനോ ക്ഷേത്രത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവിടെ മത്സ്യത്തൊഴിലാളി മേഖലയുണ്ട് ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. മുസ്ലിം മെജോറിറ്റി അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഒരുപാട് തിങ്ങി മാർക്കുന്ന സ്ഥലമുണ്ട്. എന്തിനേറെ പറയുന്ന പൊന്നാനി അതിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. എടപ്പാള് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു മെജോറിറ്റി ഉള്ള പ്രദേശങ്ങളെല്ലാം അവിടെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പരിശോധിച്ചാൽ ഗുരുവായൂർ ഒരു എനിക്ക് തോന്നുന്നു കുറച്ചു കാലത്തിന് മുമ്പ് ഒരു തീപിടുത്തം ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. ആ തീപിടുത്തം ഉണ്ടായ സാഹചര്യത്തിൽ അവിടുന്ന് ഹിന്ദുക്കൾ എല്ലാവരും കൂടെ വെള്ളം കോരി ഒഴിച്ചിട്ടല്ല ആ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ടായ തീപിടുത്തം ഒഴിവാക്കിയത്. അന്ന് അവിടുത്തെ ജുമാ മസ്ജിദിലും അതോടൊപ്പം തന്നെ അവിടുത്തെ ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അലർട്ടുകൾ കൊടുത്തിരുന്നു, ഇങ്ങനെ ക്ഷേത്രത്തിന് തീ പിടിച്ചതുമായി ബന്ധപ്പെട്ടിട്ട്. അങ്ങനെ ഈ പറയുന്ന ആളുകളെല്ലാം ആ ഗുരുവായൂർ മണ്ഡലത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തുള്ള നിരവധി ആളുകൾ അവിടേക്ക് ഓടിക്കയറുകയും ആ തീ അണയ്ക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഗുരുവായൂരുകാർക്കറിയാം. എന്ന് വെച്ചാൽ ഗുരുവായൂർ ക്ഷേത്രം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെയും ഗുരുവായൂരിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ഒരു മതേതരത്വത്തിൽ അടിയുറച്ചുകൊണ്ട് പോകുന്ന ഒരു നഗരമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. ഇപ്പൊ നമ്മൾ ക്ഷേത്ര ദർശനത്തിന് പോയി കഴിഞ്ഞാലും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് അതാണ്. അല്ലാതെ ക്ഷേത്രത്തിനകത്ത് ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാതെ വേറൊരു കാര്യം, അതൊരു ഹിന്ദുത്വ അജണ്ടയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, അത് അവരുടെ ആചാരപരമായ കാര്യങ്ങളാണെന്ന് പറഞ്ഞത് തള്ളിക്കളയാം. അതേസമയം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ പ്രദേശത്ത് എവിടെയെങ്കിലും അങ്ങനെയുള്ള ഈ പറയുന്ന ഒരു മുസ്ലിം ഹിന്ദു എന്ന് പറയുന്ന ഒരു എന്താ പറയാ മതപരമായ ഒരു അകൽച്ചയോ മതപരമായ ഒരു എന്താ പറയാ ഒരു വേർതിരിവോ ചേരിതിരിവോ ഒന്നും ആ ഭാഗങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെ പോലുള്ള വിഷവിത്തുകൾ അല്ലെങ്കിൽ വിഷജന്തുക്കൾ എന്നൊക്കെ പറയേണ്ടി വരും. ഇവരൊക്കെ സമൂഹത്തിൽ ഇനി ഉണ്ടാക്കി വെക്കാൻ പോകുന്ന പ്രതിസന്ധി എത്രത്തോളം വലുതാണ് എന്ന് ഈ ഒരൊറ്റ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്കറിയാവുന്ന പോലെ കേരളത്തിലെ പലയിടങ്ങളിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ രസകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനമാണ്. അപ്പം ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് എവിടെ ഒരു ചക്ക വീണിട്ട് ഒരു മൂർഖം പാമ്പ് ചത്തിരുന്നു. അപ്പോൾ ഉടനെ അതിന്റെ താഴെ ഈ വാർത്ത ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. വാർത്തയുടെ താഴെ ഒരാള് രസകരമായി കമന്റ് ചെയ്തിരിക്കുകയായിരുന്നു, ഈ പാവം നല്ലൊരു ടീച്ചറായിരുന്നു എന്ന്. അപ്പൊ വളരെ ചെറുതായിട്ടാണത് പറയുന്നതെങ്കിലും ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ആ ടീച്ചർ ഉണ്ടാക്കി വെച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഞാൻ ആ ടീച്ചറിനെ മാത്രമേ പറയുന്നുള്ളൂ, തൽക്കാലം ഞാൻ പേര് പറയുന്നില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ടീച്ചർ ആരാണെന്ന്. അപ്പം ഇത് എന്റെ കമന്റ് അല്ല, വേറൊരാള് ഫേസ്ബുക്കിൽ ആ വാർത്തക്കടിയിൽ ചെയ്ത കമന്റ് ഇതായിരുന്നു. അപ്പൊ അതിന് താഴെ റിപ്ലൈ ഇത് അതല്ല, ഇത് ഒറിജിനൽ പാമ്പിന്റെ കാര്യമാണ് എന്ന് പറഞ്ഞു. എന്നാൽ വേറൊരാൾ താഴെ അതിനൊരു മറുപടി റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രീതിയിലാണ് അതിന്റെ ഒരു സെറ്റപ്പ് പോകുന്നത്. എന്ന് വെച്ചാൽ ഇതെല്ലാം മതം ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെല്ലാവരും വിഷജന്തുക്കളാണ് എന്ന് പറയുന്ന ഒരു പൊതുധാരണ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകളെ അതിന്റെ പേരിൽ നമ്മൾ കുറച്ചൊന്ന് മാറ്റി നിർത്തണം. ഇപ്പം കൊടുങ്ങല്ലൂര് നിർത്താൻ വേണ്ടി കൊടുങ്ങല്ലൂര് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാവും സത്യം, അല്ലെങ്കിൽ അവിടെ കുളം തോണ്ടിയാനെ. ഇപ്പം ഗുരുവായൂര് ഇപ്പം ഞാൻ ചോദിച്ചിട്ടേ, ഈ BJP അധികാരത്തിൽ ഇരുന്നു കൊണ്ട് നേരെയാക്കിയ ഏതെങ്കിലും ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടോ?
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം RSSകാർ ക്ഷേത്ര സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞിട്ട് RSSകാർ പല ക്ഷേത്രങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങളെല്ലാം തകർത്ത് നാമാവശേഷമാക്കിയതിനു ശേഷം പിന്നീട് ആ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തുകൊണ്ട് നന്നാക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളും നേരിട്ട് അറിയാവുന്ന ക്ഷേത്രങ്ങൾ വരെ എനിക്കുണ്ട്. അപ്പം അത്തരം ക്ഷേത്രങ്ങൾ പോലും അവരുടെ കയ്യിലായിരുന്ന ക്ഷേത്രങ്ങൾ പോലും ഒടുവിൽ ഈ പറയുന്ന ഈ തിരിച്ച് CPM അല്ലെങ്കിൽ പിന്നെ ദേവസ്വം ബോർഡിൽ കയറ്റി, അത് പിന്നെ CPM ആകാം, UDF ആകാം, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി BJP ഭരിച്ച് നന്നാക്കിയെടുത്ത ഏതെങ്കിലും നിയമസഭ അല്ലെ നഗരസഭയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇപ്പൊ നമുക്ക് കോർപ്പറേഷന്റെ ഭരണം, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണത്തെക്കുറിച്ച് നമുക്ക് പരിശോധിച്ച് നോക്കൂ. എത്ര ശോചനീയമായിട്ടാണ് ആ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന ആറ്റുകാൽ പൊങ്കാല ഹിന്ദുക്കൾ ഏറ്റവും അധികം ശക്തമായി കാണുന്ന, ഏറ്റവും വലിയ ആചാരപരമായി കാണുന്ന ഒരു സംഭവമാണ് ആറ്റുകാൽ പൊങ്കാല. ആ ആറ്റുകാൽ പൊങ്കാലയിൽ എന്താ സംഭവിച്ചത് നമ്മൾ നോക്കണം. ആ ആറ്റുകാൽ പൊങ്കാലയിൽ പോലും അവിടെ വേണ്ടത്ര ശുചിത്വം ഉറപ്പാക്കി കൊടുക്കാൻ BJP ഭരിക്കുന്ന ഒരു കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം ദാരുണമാണെന്ന്. എന്നിട്ടാണ് പറയുന്നത് ഗുരുവായൂരിന് മണ്ഡലത്തിന് വികസനം ഉണ്ടാവണമെങ്കിൽ ഇവിടെ നിന്നൊരു MLA, ഹിന്ദു MLA വരണം എന്ന് പറയുന്ന മണ്ടത്തരം. അതിനെ മണ്ടത്തരം എന്നാണ് പറയുന്നത്. ഈ പറയുന്ന പിന്നെ ഇവിടെ പാലക്കാട് നഗരസഭയിൽ എന്ത് വികസനം ഉണ്ടായി? ഇനിയിപ്പോ അടുത്ത തൃപ്പൂണിത്തുറ നഗരസഭ പിടിച്ചിട്ടുണ്ട്. അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇനി വരും കാലങ്ങളിൽ മനസ്സിലാക്കാം. അപ്പം ഈ BJP ഭരിക്കുന്ന പല സ്ഥലങ്ങളിൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളെ, കേരളത്തിലെ കാര്യമാണ് പറയാം, നന്നാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ ജനജീവിതത്തെ സാരമായ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ BJPക്കാരെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് അച്ചിട്ട കാര്യമാണ്. ഒരു നേട്ടവും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല. ഇവര് ഈ പറയുന്ന പോലെ ഗുരുവായൂർ ദേവസ്വം, ഇനി ഗുരുവായൂരിന്റെ പിന്നെ ആ ക്ഷേത്രം ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഗുരുവായൂരിൽ ഇനി അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെ ജയിപ്പിക്കുന്നുണ്ടെന്തോ കാര്യം? ഈ ഇതിന് വല്ലതും അറിയാവോ? VV രാജേഷിനെക്കാട്ടിൽ അപ്പുറമാ ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ. ഇപ്പൊ തന്നെ ബോധമില്ലാതെയാണ് പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇവരാണ് നാളെ MLA എങ്കിൽ കേരളത്തിൽ ഇവരൊക്കെ ജയിക്കണം, ജയിച്ച് ഇവര് ഭരണത്തിൽ വന്ന് ഇവര് ചെയ്യുന്നത് കാണണം ജനങ്ങള്, അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അല്ലെ, ജനങ്ങളെ വേറൊരു കാര്യം, അങ്ങനെ ദുർവിധിക്ക് ജനങ്ങളെ വിട്ടുകൊടുക്കണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇവരൊക്കെ ഭരണത്തിൽ കയറി കഴിയുമ്പോൾ നമ്മളൊക്കെ തന്നെ ആയിരിക്കും ഈ ജനങ്ങളായിട്ട് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ വോട്ടർമാരായിട്ട് നമ്മൾ ഇവരുണ്ടാക്കുന്ന ഏതൊരു പ്രതിസന്ധിയും ഫേസ് ചെയ്യേണ്ടത് നമ്മളെ പോലുള്ളവരാ. ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആ ഒരു ദുരിതം ഉണ്ടായപ്പോൾ BJPക്ക് വോട്ട് ചെയ്തവർ മാത്രമല്ല കെണിയിലായത്, അവര് കാരണം BJPക്ക് വോട്ട് ചെയ്യാത്തവര് കെണിയിലായി. ഇപ്പം മാലിന്യ പ്രശ്നം ഉണ്ടാകുന്നു. ഈ മാലിന്യ പ്രശ്നം തിരുവനന്തപുരം നഗരത്തിലുള്ള എല്ലാവരെയുമാണ് ബാധിക്കുന്നത്. അല്ല BJPക്ക് വോട്ട് ചെയ്തവർ മാത്രമല്ല അവരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന നിരപരാധികൾ കൂടി അതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. BJPക്ക് വോട്ട് ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ലെവലിലാണ് ഞാൻ പറയുന്നത്. അപ്പം തിരുവനന്തപുരത്ത് അങ്ങനെ സംഭവിച്ചു പോയി. അപ്പം അവിടെ ബാക്കിയുള്ള നിരപരാധികൾ കൂടി അവിടെ ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഇപ്പം ഗോപാലകൃഷ്ണനെ പോലുള്ള മതമൗലികവാദികൾ, ശരിക്കും അവരെ അങ്ങനെ തന്നെ പറയേണ്ടതാണ്, മതമൗലികവാദികൾ എന്ന് തന്നെ പറയേണ്ട സാഹചര്യമാണുള്ളത്. അത്രയ്ക്ക് തരംതാണ പ്രയോഗങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഗോപാലകൃഷ്ണൻ പറയുന്നതിനകത്തൊരു കാര്യമുള്ളത്, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വികസന മുരടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ കൃത്യമായി പറയേണ്ടി വരും. ഒരുപക്ഷെ തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ആ മണ്ഡലത്തെ മുഴുവൻ പറ്റിച്ചത് ഒരുപക്ഷെ BJPക്കാരാണ്. അതായത് സുരേഷ് ഗോപി ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ വലിയ വികസന പദ്ധതികളൊക്കെ അവിടെ നടപ്പിലാക്കാൻ പോകുന്നു, ടൂറിസം സർക്കിളോ അങ്ങനെ എന്തൊക്കെയോ പറയുന്ന ഒരു സംഭവം ഇവിടെ തയ്യാറാക്കാൻ പോകുന്നു, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ തൃശ്ശൂരിൽ അങ്ങ് നടത്തിയെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പോയ സുരേഷ് ഗോപി എവിടെ ഇപ്പൊ കാണാനുണ്ടോ? ആ സുരേഷ് ഗോപി തൃശ്ശൂർ അല്ലെങ്കിൽ ഗുരുവായൂരിന് വേണ്ടി എന്ത് ചെയ്തു? മകന്റെ കല്യാണം അല്ലെങ്കിൽ മകളുടെയോ മറ്റോ കല്യാണം നടത്തി എന്നുള്ളതല്ലാതെ സുരേഷ് ഗോപി ഗുരുവായൂർ എന്താ ചെയ്ത്? അപ്പൊ അതുപോലെ ഉണ്ടായി. അപ്പൊ ഈ പറയുന്ന ഒരു അവസ്ഥയാണ് സത്യത്തിലുള്ളത്. അപ്പൊ ഇവർക്കെതിരെ ഇങ്ങനെ മതം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നവർക്കെതിരെ സത്യത്തിൽ ഒരു ആക്ഷൻ എടുക്കണം. ശരിക്കും പറഞ്ഞ് ഇവർക്കെതിരെ ഇപ്പൊ പറഞ്ഞ വെല്ലുവിളിയാണ്, പോലീസ് ഇട്ട് കേസ് എടുക്കട്ടെ എന്ന് പറയുന്ന ഒരുതരം വെല്ലുവിളിയാണ് ഇപ്പം ഗോപാലകൃഷ്ണൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായും തെറ്റായ ഒരു പ്രവണത കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതിന് സാധ്യതയൊരുക്കും. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിനപ്പുറത്ത് നേരത്തെ തുടക്കം ഇട്ടാണല്ലോ നമ്മള് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം സത്യപ്രതിജ്ഞയിലും ഇവരിങ്ങനെ തന്നെയല്ലേ? അതെ. പിന്നെ സ്വാമിയെ ശരണം അയ്യപ്പ എന്നൊക്കെ വിളിച്ചിട്ട് സത്യപ്രതിജ്ഞ, സാധാരണ ഭരണഘടനയെ തൊട്ടിട്ടാണ് എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പിന്നെ ചിലർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ചിലര് സ്വാമിയുടെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സമയമൊക്കെ വന്നു. ഇതിപ്പോ നാളെ ഇനിയിപ്പം നമ്മുടെ കോർപ്പറേഷനുകളിലും നഗരസഭകളിലും ഒക്കെ BJP ഭരിക്കുന്ന ഒരു സമയത്ത് ഇനിയിപ്പം അവിടെ ഉണ്ടാകാൻ പോകുന്ന ഇനി ഗണപതി ഹോമം ഒക്കെ നടത്തുമായിരിക്കും. ഗണപതി ഹോമം നടത്താം,
ഇനി അതുമല്ല ഇനിയിപ്പോ അവിടെ വേറെ താക്കോൽ പൂജ അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് പരിപാടികളുണ്ട്. പിന്നെ ചിലപ്പോൾ ഇനിയിപ്പം നമ്മുടെ ഇപ്പൊ ഈ സമയങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിൽ യജ്ഞങ്ങൾ നടക്കുന്ന സമയമാണ്. ശ്രീമദ് ഭാഗവത നവാഹയജ്ഞം സപ്താഹയജ്ഞം ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പം ഇവിടങ്ങളിലൊക്കെ ഇനിയും എനിക്ക് തോന്നുന്നു നിയമസഭയിലൊക്കെ ഇനി ഇതുണ്ടാവും. ഈ BJP അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഒരു 7 ദിവസം നീണ്ടു നിൽക്കുന്ന സപ്താഹയജ്ഞങ്ങളോ 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവായജ്ഞങ്ങളോ പിന്നെ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതിലും നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകാൻ അത് നമുക്ക് ഒരുപക്ഷെ കാണേണ്ടി വരും. ആ ഒരു ദുർവിധി കൂടി ഒരുപക്ഷെ BJP അധികാരത്തിൽ എത്തുമ്പോൾ ഒരുപക്ഷെ നമ്മൾ മലയാളികൾക്ക് കാണേണ്ടി വരുമോ എന്ന് ഞാൻ ശങ്കിക്കുന്നുണ്ട്. കാര്യം ഗോപാലകൃഷ്ണനെ പോലുള്ള ആൾക്കാരൊക്കെയാണ് ഇനിയും നമ്മുടെ കേരളത്തിന്റെ ജനാധിപത്യത്തിന്റെ നിയന്ത്രണ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന കാവലാളായി മാറുകയാണെങ്കിൽ ഇതെല്ലാം ഇതിനപ്പുറവും നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.